ഏതൊരു മാനസാന്തരവും വിപ്ലവാത്മകമായിട്ടുള്ളതായിരിക്കും. അതുവരെ ലാഭമായി കരുതിയിരുന്നതൊക്കെയും ഒരു വ്യക്തിക്ക് ഛേദമായി തോന്നുകയും അതുവരെ ലജ്ജാവഹമായി കരുതിയിരുന്നതൊക്കെയും അഭിമാനത്തിന് വക നൽകുന്നതായി തോന്നുകയും ചെയ്യും. അത് ഒരുവനിൽ സമൂല പരിവർത്തനം സൃഷ്ടിക്കുന്നു. അതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. ജീവസന്ദേശത്തിൻ്റെ ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചു തുടങ്ങിയത്. ലോകം പല താൽക്കാലിക സന്തോഷങ്ങളിലേക്കും നമ്മെ വലിച്ചുകൊണ്ടു പോകുവാൻ സാധ്യതയുള്ളതിനാലാണ് കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ് ആവർത്തിച്ചു പറയുന്നത്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്ത മോശ ഇവിടെ നമ്മൾക്ക് ഒരു ഉത്തമ മാതൃകയാണ്. തുടർന്ന് നാം കണ്ടത് ക്രിസ്തുവിലാകുക അഥവാ പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത് ആത്യന്തികമായി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന വ്യതിയാനമാകുന്നു എന്നതാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. മൂല്യമുള്ളതായി കാണുന്നവയ്ക്ക് വേണ്ടി മാത്രമേ നാം സമയം വേർതിരിക്കൂ. അതിനുവേണ്ടി എല്ലാം ചെലവഴിക്കുവാൻ മനുഷ്യർ തയ്യാറുമായിരിക്കും. സുഖമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റെല്ലാം വില കുറഞ്ഞതായി തോന്നും. അങ്ങനെയുള്ള വ്യക്തിയുടെ സമയം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ അങ്ങനെ എല്ലാം സുഖമെന്ന കാര്യത്തിന് വേണ്ടി വലിച്ചെറിയും. എന്തിനധികം പവിത്രമായ ബന്ധങ്ങൾ പോലും സുഖത്തിന് വേണ്ടി തകർക്കുവാൻ മനുഷ്യൻ മടിക്കില്ല. അങ്ങനെ അവിഹിത ബന്ധങ്ങളിലും അന്യായ മാർഗങ്ങളിലും സുഖിച്ച് അങ്ങനെ നടക്കും. ഇനിയും ധനം ഏറ്റവും വലുതായി കാണുന്നവർ മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് ധനത്തിൻ്റെ പിൻപേ പോകും. അങ്ങനെയുള്ളവർക്ക് സുഖമൊരു പ്രശ്നമല്ല. പട്ടിണി കിടന്നും അവർ പണമുണ്ടാക്കും, ധനം വാരിക്കൂട്ടും. അവർക്കുള്ള സമയവും സ്വാധീനവും വിദ്യാഭ്യാസവും ബന്ധങ്ങൾ പോലും പണമുണ്ടാക്കുവാൻ മാത്രമുള്ള ഉപാധിയായി ഇങ്ങനെയുള്ളവർ കാണും. ഇനിയും അധികാരത്തിനും പ്രശസ്തിക്കുമൊക്കെ ഓടുന്നവരും ഈ പറഞ്ഞതുപോലെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി തങ്ങൾ കണ്ടുവച്ചിരിക്കുന്നവയെ തൊടുവാൻ ആരെയും അവർ അനുവദിക്കില്ല. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിത മൂല്യത്തിനുണ്ടായ ഒരു വലിയ വ്യതിയാനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഒരു കാലത്ത് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് താൻ ഓടിയിരുന്ന പലതിനെയും ചപ്പെന്നും ചവറെന്നും കാണുവാനിടയായ അനുഭവം അവൻ നമ്മോട് വിവരിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നല്ലോ. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിലൂടെ വേണം ഒരുവൻ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് പഠിപ്പിച്ച യഹൂദ മതാനുസാരികളായ ചിലരോട് വിശുദ്ധ പൗലോസിന് പറയുവാനുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം എന്നാണ്. ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ അവരിൽ അധികമായി എനിക്ക് കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. മതഭക്തിയിൽ മറ്റാരെക്കാളും താൻ പിന്നിലല്ല എന്നതത്രേ പൗലോസ് പറയുന്നത്. ഒരിക്കൽ താൻ ആശ്രയമായി കരുതിയിരുന്ന 7 കാര്യങ്ങളുടെ പട്ടിക തുടർന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. മതം കൊണ്ട് ആർക്കെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ തർസോസുകാരനായ ശൗലായിരുന്നിരിക്കും അവരിൽ ഒന്നാമൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ.
ഇന്നും ചില ആളുകൾ ഈ കാര്യങ്ങൾ വളരെ അഭിമാനത്തോടെ കരുതുന്നവ തന്നെയാണ്. എന്നാൽ അവയിലൊന്നും താങ്കളെ രക്ഷിക്കുവാനുള്ള ഒന്നുമില്ല. ഇവിടെ നോക്കിക്കേ, ഒന്നാമതായിട്ട് അവൻ പറയുന്ന 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. മോശ നൽകിയ ന്യായപ്രമാണ വ്യവസ്ഥയിലെ അടിസ്ഥാനപരമായൊരു ആചാരമായിരുന്നു പരിച്ഛേദന. അവൻ്റെ മാതാപിതാക്കന്മാർ അവനെ പരിച്ഛേദനയ്ക്കായി 8-ാം ദിവസം എടുത്തുകൊണ്ടുപോയി എന്നാണ് അർത്ഥം. പൗലോസിൻ്റെ അല്ലെങ്കിൽ അന്ന് ശൗലിൻ്റെ മാതാപിതാക്കൾ. അതായത് തനിക്ക് ദൈവഭയമുള്ള മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന കാര്യം പൗലോസ് ഇതുകൊണ്ട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർ അവനെ വളർത്തിക്കൊണ്ടുവന്നു. കർത്താവായ യേശുവിനും ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നും അവർ അവനെ പരിച്ഛേദനയ്ക്കായി ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന് നാം കാണുന്നുണ്ടല്ലോ. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ് എന്ന് പൗലോസ് പറയുന്നു. എനിക്ക് ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നത്ര പൗലോസ് പറയുന്നത്. രണ്ടാമതായി, ഇസ്രായേൽ ജാതിക്കാരൻ. ന്യായപ്രമാണം അനുസരിക്കണമെന്ന് വാദിച്ചവരിൽ പലരും സമ്മിശ്ര ജാതിക്കാരായിരുന്നു എന്ന് ഓർക്കണം. എന്നാൽ പൗലോസ് അങ്ങനെയുള്ളവനല്ലായിരുന്നു. അവൻ ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. പൗലോസിന് ഒരു വംശപാരമ്പര്യവും ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. താൻ ഏത് ജാതിക്കാരനാണെന്ന വസ്തുതയും പൗലോസിന് അറിയാമായിരുന്നു. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായി, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബക്കാരൻ ആണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രസ്താവനയാണത്. വൃദ്ധനായ യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരുന്നല്ലോ ബെന്യാമീൻ. ബെന്യാമീനെ പ്രസവിക്കുമ്പോൾ അവൻ്റെ അമ്മ റാഹേൽ മരിച്ചു. ജീവൻ പോകുന്ന സമയം അവൾ അവന് എൻ്റെ ദുഃഖപുത്രൻ എന്ന പേര് വിളിച്ചു, ബെനോനി. എന്നാൽ യാക്കോബ് അവന് ബെന്യാമീൻ, അതായത് എൻ്റെ വലങ്കരമായ പുത്രൻ എന്ന് പേരിട്ടു. നോക്കണേ, പെനിയേലിന് മുമ്പ് യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രകാശബിന്ദുവായിരുന്നത് റാഹേലായിരുന്നു. അവൻ ശിശുവായ ബെന്യാമീനെ നോക്കിയപ്പോൾ റാഹേലിൻ്റെ മകനായി അവനെ കണ്ടിരുന്നു. ബെന്യാമീൻ യാക്കോബിൻ്റെ വലങ്കരവും ഊന്നുവടിയുമായി തീർന്നു. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായിരുന്ന ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. ആ പേരിൻ്റെ പിൻപേ ആയിരിക്കാം തർസോസിലെ ശൗലിന് പേര് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന് പൗലോസിന് പറയുവാൻ കഴിയുമായിരുന്നു. എൻ്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കുന്നത് ഒരു മുതൽക്കൂട്ടായിരുന്നു. നാലാമതായി അവൻ്റെ മെച്ചമായി അവൻ പറയുന്നത്, ലാഭമായിരുന്നതായി അവൻ പറയുന്നത്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്നുള്ളതാണ്. പൗലോസ് ഒരു നേതാവായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. മതപരമായ കാര്യങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നവൻ എന്നർത്ഥം. അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നു എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അഞ്ചാമതായി, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠരായി കരുതിയിരുന്നവരാണ് പരീശന്മാർ. നാം ഇന്ന് പരീശന്മാരെ വളരെ തെറ്റായ വിധത്തിൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. മതരാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു പരീശന്മാർ. ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. പ്രവാസകാലത്തോ അതിനല്പം കഴിഞ്ഞോ ആണ് അവർ ഒരു പാർട്ടിയായി തീർന്നത്. തിരുവചനത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദൂതന്മാരിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിശയങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പിലും അവർ വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ അവർ തികച്ചും ദേശീയ ചിന്താഗതിക്കാരായിരുന്നു. രാഷ്ട്രീയമായ ഇടപെടലിൽ കൂടി തങ്ങളുടെ രാജ്യം സ്ഥാപിക്കുവാൻ കഴിയുമെന്നാണ് പരീശന്മാർ വിശ്വസിച്ചിരുന്നത്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണമെന്നതായിരുന്നു അവരുടെ താല്പര്യം. താനൊരു പരീശനാണെന്ന് പൗലോസിന് അഭിമാനത്തോടെ പറയുവാൻ കഴിഞ്ഞിരുന്നു. ആറാമത്തെ അവൻ്റെ ലാഭമായി കണ്ടിരുന്ന സംഗതി, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. പൗലോസ് പറയുന്നു, താൻ സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ
ദൈവഹിതം നിറവേറുകയാണെന്ന് ചിന്തിച്ചിരുന്നു എന്ന്. യെരുശലേമിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഓടിച്ചു കളഞ്ഞതിൽ സംതൃപ്തി അടഞ്ഞ് മറ്റു പരീശന്മാർ ഇരുന്ന ആ കാലം. എന്നാൽ ലോകത്തെവിടെയും അവരെ പിൻചെന്ന് ഉപദ്രവിക്കണമെന്ന് തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുകയാണ് പൗലോസ് ചെയ്തത്. അതെ, ദമസ്കോസിലേക്കുള്ള അവൻ്റെ യാത്രയുടെ ഉദ്ദേശം തന്നെ അതായിരുന്നു. ഏഴാമത്തേതായി പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. താൻ പാപമില്ലാത്തവനെന്നോ പൂർണ്ണനെന്നോ അല്ല, പിന്നെയോ കുറ്റമില്ലാത്തവൻ അഥവാ അനന്യൻ എന്നത്രേ പൗലോസ് പറയുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് തൻ്റെ കഥ പറയുന്നുണ്ട്. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപരഹിതമായ ഒരു പൂർണ്ണത പൗലോസ് അവകാശപ്പെടുന്നില്ല. ഈ കൽപ്പന അവന് തൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത്. ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാനായി തൻ്റെ പാപത്തിനു വേണ്ടി യോഗ്യമായ യാഗം താൻ കഴിച്ചിരിക്കുന്നു എന്നാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനന്യൻ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൗലോസ് പരമാർത്ഥതയുള്ളവനായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണപ്രകാരം പൗലോസ് ഒരു പരിശുദ്ധ മനുഷ്യനായിരുന്നു. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ പൗലോസ് പറയുന്ന എനിക്ക് അധികം അത് പറയുവാനുള്ള സകല ചങ്കൂറ്റവും യോഗ്യതയും പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന് മുതൽക്കൂട്ടായി ഉണ്ടായിരുന്ന സംഗതി ഇതൊക്കെ ആയിരുന്നു. മറുവശത്ത് അവൻ യേശുക്രിസ്തുവിനെ വെറുത്തിരുന്നു. ആ വെറുപ്പ് കാരണം ക്രിസ്തുവിൻ്റെ അനുയായികളെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുവാനുള്ള ശ്രമമായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ. ഒരു ദിവസം ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശുക്രിസ്തു പൗലോസിനെ കണ്ടുമുട്ടി. അന്നു മുതൽ അവൻ്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനമുണ്ടായി. പണ്ട് അവന് വെറുപ്പായിരുന്നത് ഇപ്പോൾ അവന് മുതൽക്കൂട്ടായിത്തീരുന്നു. തനിക്ക് പണ്ട് ലാഭമായിരുന്നത്, മുതൽക്കൂട്ടായി കരുതിയിരുന്നവയൊക്കെ അവൻ വെറുക്കുവാൻ തുടങ്ങി. ഒരു വലിയ വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ 7-ാം വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ആ മാറ്റത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. തൻ്റെ പാരമ്പര്യവും തൻ്റെ സ്വഭാവവും തൻ്റെ മതപരമായ പദവിയും എല്ലാം പൗലോസ് മുതൽക്കൂട്ടായി കരുതിക്കൊണ്ടിരുന്നു. മാനുഷികമായ രീതിയിൽ അവ വളരെ നല്ല പടികളായി നമുക്ക് തോന്നാം. വലിയ കുടുംബത്തിൽ ജനിക്കുക, നല്ല സ്ഥാനത്തെത്തിപ്പെടുക, നല്ല സഭയിലെ ഉയർന്ന പദവികളിലായിത്തീരുക. എന്നാൽ പെട്ടെന്ന് അവയെല്ലാം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മാറിപ്പോയി. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായതിനാൽ അവൻ പിന്നീട് ഈ പറഞ്ഞവയിലുള്ള ആശ്രയം വിട്ടുകളഞ്ഞു. അവൻ മുമ്പ് ക്രിസ്തുവിനെ വെറുത്തിരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ളവരെ പീഡിപ്പിക്കുവാനായി, ഇല്ലായ്മ ചെയ്യുവാനായി ദമസ്കോസിലേക്ക് അവൻ പോവുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ അവന് ലാഭമായി കരുതിയിരുന്നതെല്ലാം നഷ്ടമായി അനുഭവപ്പെട്ടു. ഛേദം എന്നെണ്ണുവാൻ അവൻ തുടങ്ങി. അവൻ തൻ്റെ പൂർണ്ണ ആശ്രയം ക്രിസ്തുവിൽ അർപ്പിച്ചു. ഏതൊരു മാനസാന്തരവും ഇത്രമാത്രം വിപ്ലവാത്മകമായിട്ടുള്ളതായിരിക്കും. അതുവരെ ലാഭമായി കരുതിയിരുന്നതൊക്കെയും ഒരു വ്യക്തിക്ക് ഛേദമായി തോന്നുകയും അതുവരെ ലജ്ജാവഹമായി കരുതിയിരുന്നതൊക്കെയും അഭിമാനത്തിന് വക നൽകുന്നതായി തോന്നുകയും ചെയ്യുന്നു. അത് താങ്കളിൽ ഒരു സമൂല പരിവർത്തനം സൃഷ്ടിക്കും. ഒരു വ്യത്യസ്തമായ സ്ഥിതിയിൽ അത് താങ്കളെ ആക്കിത്തീർക്കും. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. 7ഉം 8ഉം വാക്യങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുണ്ട് എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസിൻ്റെ മാനസാന്തര സമയം മുതൽ ഈ ലേഖനം എഴുതുന്നത് വരെയുള്ള സമയ വ്യത്യാസമാണ് ഈ വാക്യങ്ങൾക്കിടയിലുള്ളത് എന്ന് ചിന്തിക്കാവുന്നതാണ്. പൗലോസ് തൻ്റെ പ്രേക്ഷിത യാത്രകൾ നടത്തി
ഇപ്പോൾ അവൻ റോമിലെ ഒരു കാരാഗ്രഹത്തിലാണ്. ആ ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് അവൻ അവിടെ ആയിരിക്കുകയാണ്. 8-ാം വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം ഏതാനും നിമിഷ നേരത്തേക്കുള്ള ഒരു അനുഭവമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയി തീരുമാനമെടുക്കുകയും ഒരു ദർശനം കാണുകയും ചെയ്യുമ്പോൾ ഉന്നതികളിലേക്ക് ഉയരാമെന്നും അത്രമാത്രമേ ഉള്ളൂ എന്നുമാണ് മാനസാന്തര അനുഭവത്തെക്കുറിച്ച് ചിലർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് മുറ്റിയ മാനസാന്തരം 3 മാസമെന്ന്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നിങ്ങളിൽ നിലനിൽക്കുന്നതായ ഒന്നാണ് മാനസാന്തരം. അത് ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള കാര്യമല്ല. അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഒരു ആയുഷ്കാലം മുഴുവൻ തുടർന്നു കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയയാണ്. വിശുദ്ധീകരണം എന്നത് വലിയ വൈകാരിക അനുഭവമല്ല. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ടുള്ള അനുദിന നടപ്പാണ് വിശുദ്ധീകരണം. തൻ്റെ മാനസാന്തരത്തിൻ്റെ ആ നിമിഷം മുതൽ താൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നത്രേ പൗലോസ് പറയുന്നത്. അവൻ സകലവും നഷ്ടമാക്കി. പൗലോസിൻ്റെ ചിന്തയിൽ യേശുക്രിസ്തുവാണ് ഏറ്റവും ഉയർന്ന് നിൽക്കുന്നത്. ഒരു കാലത്ത് വിലയേറിയതെന്ന് കരുതിയിരുന്നതൊക്കെയും ഇപ്പോൾ ചപ്പെന്നും ചവറെന്നും അവൻ കരുതുന്നു. വളരെ ശക്തമായ ഭാഷയാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൻ്റെ മതഭക്തി അവൻ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളഞ്ഞു എന്നത്രേ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. താൻ ആശ്രയമായി കരുതിയിരുന്നവയെല്ലാം എറിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ രക്ഷയ്ക്കായി അവൻ യേശുക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. പൗലോസിനെ പോലെ അനേകർ തങ്ങളുടെ മതഭക്തി അല്ലെങ്കിൽ തങ്ങളുടെ സഭാഭക്തി ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയതായി കരുതിയവയൊക്കെയും ചവിറ്റുകൊട്ടയിൽ വലിച്ചെറിയത്തക്കവണ്ണമുള്ള വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൗലോസിലുണ്ടായത്. 9-ാം വാക്യം നോക്കിക്കാട്ട്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. തനിക്കെങ്ങനെ ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് വയലിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു രാത്രിയിൽ ജോൺ ബെനിയന് ലഭിച്ച വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന വിശ്വവിഖ്യാത പുസ്തകം എഴുതിയ അതിഭക്തനായ മനുഷ്യനാണ് ജോൺ ബെനിയൻ, പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ ലേഖകൻ. അങ്ങനെ വയലിലൂടെ പോകുമ്പോൾ അവന് ലഭിച്ച ഒരു വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അപ്പോൾ അവൻ തന്നെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പാപിയായിട്ടല്ല, പിന്നെയോ ഉള്ളങ്കാൽ മുതൽ ശിരസ്സു വരെ പാപമായി അവൻ തന്നെ കണ്ടു. തനിക്ക് ഒന്നും തന്നെ ഇല്ല എന്നും ക്രിസ്തുവിൽ സകലവും ഉണ്ട് എന്നും ജോൺ ബെനിയൻ അന്ന് മനസ്സിലാക്കി. പൗലോസ് പറയാണ്, എൻ്റെ സ്വന്തം നീതിയല്ല. പൗലോസ് വിശദമാക്കിയതനുസരിച്ച് അവൻ്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള ഒരു നീതിയായിരുന്നു. അതായത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതായ നീതി. ഉദാഹരണമായി താൻ ശബത്തിനെക്കുറിച്ചുള്ള ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എന്ന് പൗലോസിന് അഭിമാനിക്കുവാൻ കഴിയുമായിരുന്നു. ശബത്ത് ആചരണം അവൻ വിശുദ്ധമായി കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുന്നത് ശബത്ത് കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത് എന്നാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ശബത്ത് അവന് വിശുദ്ധമായിരുന്നു. എന്നാൽ ഇന്ന് ആ കാര്യത്തിൽ ആരും വിധിക്കരുത് എന്ന്. എൻ്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള നീതിയാണ്. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണെന്നത്രേ ദൈവം പറഞ്ഞിരിക്കുന്നത്.
അവൻ അശുദ്ധ വസ്ത്രങ്ങൾ ശുദ്ധമാക്കുന്ന അലക്കുകാരനല്ല, എന്നാൽ അവൻ അശുദ്ധനായ പാപികളെ സ്വീകരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. തൻ്റെ സ്വയനീതിയെക്കുറിച്ചുള്ള അവകാശങ്ങളെല്ലാം പൗലോസ് ഉപേക്ഷിച്ച് കളഞ്ഞു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് പൗലോസ് പറയുന്നു. വിശ്വാസം മൂലം എന്നത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വിശ്വാസം മൂലം ഇത് സമ്പാദിക്കുവാൻ ലോകത്തിലേക മാർഗം ഇത് മാത്രമാണ്. അതിനുവേണ്ടി താങ്കൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. വില കൊടുത്തത് വാങ്ങുവാൻ പറ്റില്ല. താങ്കൾക്ക് മോഷ്ടിച്ചെടുക്കുവാനും കഴിയുന്നതല്ല ഈ പറയുന്ന വിശ്വാസം. നിങ്ങൾ കേവലം ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ താങ്കളുടെ പാപം നീക്കിക്കളഞ്ഞു. താങ്കളുടെ നീതീകരണത്തിനായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന് നമ്മെ അംഗീകരിപ്പാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ആ രൂപാന്തരമില്ലാതെ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മെ സ്വീകരിപ്പാൻ സാധിക്കില്ല. നാം അവന് ആകർഷണീയരല്ല എന്നോർക്കണം. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും അതിശയകരമായ പ്രസ്താവനയാണ്. തൻ്റെ പ്രിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും അവൻ സ്വീകരിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുന്നു എന്നാണ്. പൗലോസ് ഇനിയും ഒരിക്കലും ന്യായപ്രമാണപ്രകാരമുള്ള നീതി കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയില്ല. തൻ്റെ സ്വന്തം പരിശ്രമത്താൽ ഒരു വിശുദ്ധനായി തീരുവാൻ അവൻ ശ്രമിക്കുകയില്ല. എത്രമാത്രം മതഭക്തനായി തീരാമെന്നോ സഭയെ എത്രമാത്രം പീഡിപ്പിക്കാമെന്നോ ഉള്ള ചിന്ത ഇപ്പോൾ പൗലോസിനില്ല. വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അവൻ്റെ പരിപാടിയിലും കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്താണ് പൗലോസ് ചെയ്യുവാൻ പോകുന്നത് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 10ഉം 11ഉം വാക്യങ്ങൾ വളരെ അർത്ഥവത്തായ തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വ്യതിയാനങ്ങളിൽ നിന്നും താൻ ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്ന് ഈ 10-11 വാക്യങ്ങളിൽ അവൻ പറയുന്നതാണ്. നാം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ സമയം അതിനുവേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇന്ന് എടുക്കുന്നില്ല. 10-11 വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം അവൻ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ തനിക്കേറ്റവും വിലപ്പെട്ടതായി, തനിക്കേറ്റവും മൂല്യമുള്ളതായി കണ്ടിരുന്നതൊക്കെയും ക്രിസ്തുവിനെ അറിയുവാനിടയായത് മൂലം അവൻ വെറും ചപ്പെന്നും ചവറെന്നും എണ്ണി. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായി താങ്കൾ കാണുന്ന പലതും ക്രിസ്തുവിന് യോജിക്കുന്നതാണോ? ക്രിസ്തുവിനെ അറിയുവാനും അവൻ്റെ ജീവിതാനുഭവങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കുന്ന ആ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പഠനം തീർച്ചയായിട്ടും നിങ്ങളെ അതിനായിട്ട് സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവവചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വീണ്ടും നമ്മെ വെല്ലുവിളിക്കുന്ന ഒരു വേദഭാഗത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ നേടേണ്ടതിന് ജീവിതത്തിൽ ശ്രേഷ്ഠമെന്ന് കരുതി വന്ന സകലത്തെയും ഛേദമെന്നെണ്ണിയ പൗലോസ് നമ്മൾക്ക് മുമ്പിൽ തുറന്നിടുന്നത് ക്രിസ്തു ശിഷ്യനാകുവാനുള്ള ഒരു പാതയാണ്. എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തോട് കൂടെ നടന്ന സകല മനുഷ്യരെയും പഠിച്ചാൽ അവർ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നു എന്ന് നമുക്ക് ദർശിക്കാം. തന്നെ അനുഗമിക്കുന്നവരുടെ ഛേദോവികാരം പരീക്ഷിച്ചറിയുന്നവനാണ് ദൈവം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് നാം കാണുന്നു. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസിൻ്റെ ആത്മീക പാപ്പരത്വം തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ചോദിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാം ക്രിസ്തുവിനെ
അനുഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾ ധന്യരായി. അത് ക്രിസ്തുവിന് നേടുവാൻ വേണ്ടി എങ്കിൽ നാം ബിരുദ പ്രാപിക്കുവാനുള്ള ലാക്കിലേക്കാണ്.